വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ജാനുവരി 7th വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈമ്, സ്റ്റോണ് എന്നീ പറയുന്ന 2 ചാപ്റ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തുകൊണ്ട് പോർഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയലിലെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ് ഒരു ഭാഗം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിക്ക്, പിന്നെ ടൈല്. ഈ 3 ചാപ്റ്റർ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും നമ്മൾ ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം അല്ലേ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? Ability of a material to withstand the action of high temperature without losing its load bearing capacity. ഓക്കെ, ഇതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടാതെ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയുണ്ട് ഓപ്ഷനിൽ? റിഫ്രാക്റ്റർനെസ് ഉണ്ട്, ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്, സ്പാളിംഗ് റെസിസ്റ്റൻസ് ഉണ്ട്, ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് അല്ല. കാരണം ഇവിടെ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പം ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫയർ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടീനെ കുറേ അധികം അതിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും വരാതെ ഹൈ ടെമ്പറേച്ചറിന് ഒരു മെറ്റീരിയലിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫയർ റെസിസ്റ്റൻസ്. ഇനി അപ്പം അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്ററിനെസും സ്പാളിംഗ് റെസിസ്റ്റൻസും കൂടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് അവർ ഈ ഒരു ഫയർ റെസിസ്റ്റൻസിൽ നിന്ന് മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നോക്കാം. സോ റിഫ്രാക്റ്ററിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദീർഘദൂര സമയം, കുറേ സമയം, ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരു മെറ്റീരിയലിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു മെറ്റീരിയലിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമുക്ക് എന്തായിട്ട് പറയാം? റിഫ്രാക്റ്ററിനെസ് ആയിട്ട് പറയാം. വെറുതെ വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് യാതൊരു വിധത്തിലുള്ള ഷേപ്പ് ചേഞ്ചും ഉണ്ടാകാനായിട്ട് പാടില്ല. സോ പ്രൊലോങ്ഡ് ആക്ഷൻ ഓഫ് ഒരു ദീർഘദൂര സമയം, പ്രൊലോങ്ഡ് ആക്ഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഒരു മെറ്റീരിയലിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ നമുക്ക് റിഫ്രാക്റ്ററിനെസ് ആയിട്ട് പറയാം. ഇനി സ്പാളിംഗ് റെസിസ്റ്റൻസ് ആണെങ്കിലോ, സ്പാളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിലെ ഷാർപ്പായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് വരികയാണ്. അതായത് ഇപ്പം ഇതാണ് എൻ്റെ മെറ്റീരിയൽ എങ്കിൽ ഇതിനെ ഞാൻ ആദ്യം നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു, പിന്നെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്നു, എഗൈൻ ടെമ്പറേച്ചർ കൂട്ടുന്നു, വീണ്ടും ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഇങ്ങനെ സൈക്ലിക് ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ വേരിയേഷനുകളെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു മെറ്റീരിയലിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പാളിംഗ് റെസിസ്റ്റൻസ് ആയിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ 3 ടേം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഫയർ റെസിസ്റ്റൻസ് എന്താ? ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം? അവരുടെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ. ദെൻ ഇനി പ്രൊലോങ്ഡ് ആക്ഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിനെ നമുക്ക് റിഫ്രാക്റ്ററിനെസ് ആയിട്ടും, ദെൻ സൈക്ലിക് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയെ നമുക്ക് സ്പാളിംഗ് റെസിസ്റ്റൻസുമായിട്ട് പറയാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും എന്തുതന്നെയാണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് the quantity of heat required to heat 1 Newton of material by 1 degree Celsius. 1 ന്യൂട്ടൺ മെറ്റീരിയലിനെ 1 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആവശ്യമാണ്? ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് വിളിക്കാറുള്ളത് അല്ലേ. സ്പെസിഫിക് ഹീറ്റ് എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി എന്താ? അപ്പോൾ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് തിക്നെസ്സും ഉള്ള ഒരു മെറ്റീരിയലിലൂടെ യൂണിറ്റ് ടൈമിൽ എത്ര ക്വാണ്ടിറ്റി ഹീറ്റ് ഫ്ലോ ചെയ്തു പോകും
അതിനെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, സ്പെസിഫിക് ഹീറ്റിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു ന്യൂട്ടൺ മെറ്റീരിയലിനെ 1 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാനായിട്ട് എത്ര ക്വാണ്ടിറ്റി ഹീറ്റ് വേണം, അതിനെ ഞാൻ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു യൂണിറ്റ് തിക്നെസ്സും യൂണിറ്റ് ഏരിയ ഉള്ള ഈ ഒരു മെറ്റീരിയലിലൂടെ യൂണിറ്റ് ടൈമിൽ എത്ര ഹീറ്റ് പാസ് ചെയ്ത് പോകും, എത്ര ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പോകും, അതിനെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് പറയാം. അപ്പൊ ഈ 2 ടേമും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് എത്ര, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി എത്ര ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പെസിഫിക് ഹീറ്റ് എത്ര ക്വാണ്ടിറ്റി ഹീറ്റ് വേണം എന്നുള്ളതാണ്. ഓക്കെ, വേണം എന്നുള്ളതാണ് 2 ടേമുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് സ്ഥിരമായിട്ട് PSC ചോദിച്ച് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. 3rd ക്വസ്റ്റ്യൻ, dash is the property of a material to absorb water vapor from air. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എയറിൽ നിന്ന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, നമ്മൾ ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്നാണ് വിളിക്കുക അല്ലെ. ഹൈഗ്രോസ്കോപ്പിസിറ്റി, നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാറുണ്ട്, ടിംബറിനെ പറയാറില്ലേ. ടിംബർ ഒരു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ആണെന്ന് പറയാറുണ്ടല്ലേ. അവര് പ്രോപ്പർ ആയിട്ട് നമ്മൾ സീസണിങ് ചെയ്യാത്ത മരമാണെങ്കിൽ മഴക്കാലം ആകുമ്പോൾ അവര് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. മരം വാതിലൊക്കെ ആണെങ്കിൽ വാതിലൊക്കെ വളഞ്ഞു പോവും, വീർത്ത് പോവും, പ്രോപ്പറായിട്ട് അടയ്ക്കാനൊക്കെ പറ്റാണ്ടാവും. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള എബിലിറ്റിയെ നമുക്ക് എന്തായിട്ട് പറയാം, നമുക്ക് ഹൈഗ്രോസ്കോപ്പിസിറ്റി ആയിട്ട് പറയാം. എന്താ പെർമിയബിലിറ്റി, വാട്ടറിനെ കടത്തിവിടാം. വാട്ടർ പെർമിയബിലിറ്റി ആണെങ്കിൽ ഒരു മെറ്റീരിയലിലൂടെ വാട്ടറിനെ കടത്തിവിടാനുള്ള എബിലിറ്റിനെ നമുക്ക് പെർമിയബിലിറ്റി ആയിട്ട് പറയാം അല്ലെ. ഡക്റ്റിലിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, ഡ്യൂറബിലിറ്റി ആണ് അടുത്ത ഓപ്ഷൻ. ഡ്യൂറബിലിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം റെസിസ്റ്റ് ചെയ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഒരുപാട് കാലം നിലനിൽക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഡ്യൂറബിലിറ്റി ആയിട്ട് പറയാം. മഴയായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും അറ്റ്മോസ്ഫിയറിക് ഏജൻസീസിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാ കമ്പൈൻഡ് ആക്ഷനുകളെയും റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഒരു മെറ്റീരിയലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ നമുക്ക് എന്തായിട്ട് പറയാം, അതിന്റെ ഡ്യൂറബിലിറ്റി ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച നമ്മുടെ റിഫ്രാക്ടറിനെസ് ആണെങ്കിലും ഫയർ റെസിസ്റ്റൻസ് ആണെങ്കിലും സ്പാളിംഗ് റെസിസ്റ്റൻസ് ആണെങ്കിലും ഡ്യൂറബിലിറ്റി ആണെങ്കിലും ഹൈഗ്രോസ്കോപ്പിസിറ്റി ആണെങ്കിലും ഇതെല്ലാം മെറ്റീരിയലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നവരാണ് കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നവരാണ്. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം ബ്രിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തേത്, പ്ലാസ്റ്റിസിറ്റി ഗിവിംഗ് ഇൻഗ്രീഡിയന്റ് ഇൻ ബ്രിക്ക് എർത്തിന് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഇൻഗ്രീഡിയന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്രിക്കിലുള്ള ഇൻഗ്രീഡിയൻറ്റുകളെ പരിചയപ്പെടാം. നമുക്കറിയാം ബ്രിക്കിലുള്ള ഇൻഗ്രീഡിയൻറ്റുകളെ മൊത്തമായിട്ട് നമുക്ക് സലിം എന്ന് പഠിച്ചു വെക്കാം അല്ലെ. ആരൊക്കെയാണ്, സിലിക്കയുണ്ട്, ദെൻ അലൂമിനിയം ഉണ്ട്, ലൈം ഉണ്ട്, മെഗ്നീഷ്യം, അയൺ ഓക്സൈഡ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട് അല്ലെ. അയൺ ഓക്സൈഡ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. സോ സിലിക്കയാണെന്നുണ്ടെങ്കിൽ എത്രയുണ്ടാവുക, ഒരു 50 മുതൽ 60% വരെ ഉണ്ടാവും. അലുമിനിയം ആണെങ്കിൽ 20 to 30% ആണ് ഉണ്ടാവുക. ലൈം ആണെങ്കിൽ ഒരിക്കലും 5% കൂടുതൽ ആവരുത്. അയൺ ഓക്സൈഡ് എത്രയുണ്ടാവുക, 5 മുതൽ 6%. മെഗ്നീഷ്യ 1 മുതൽ 3% വരെയുമാണ് നമുക്കൊരു ബ്രിക്കിൽ കാണാനായിട്ട് സാധിക്കുക. ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ നമ്മൾ പറയാ, നമുക്കറിയാം ഒരു ബ്രിക്കിൽ ഏറ്റവും കൂടുതലുള്ള ഇൻഗ്രീഡിയന്റ് ആരാണ്, സിലിക്കയാണ്. ഈ സിലിക്കയാണ് നമ്മുടെ ബ്രിക്കിന് വേണ്ട യൂണിഫോം ആയിട്ടുള്ള ഷേപ്പ് ഇമ്പാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രിക്കിന് വേണ്ട യൂണിഫോം ഷേപ്പ് ഇമ്പാർട്ട് ചെയ്യുന്ന ആള് സിലിക്കയാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല ഒരു റോ ബ്രിക്കിന്റെ ക്രാക്കിങ്, ഷ്രിങ്കേജ്, വാർപ്പിംഗ് പോലെയുള്ള ഡിഫക്റ്റുകളിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, സിലിക്ക സഹായിക്കുന്നുണ്ട്. ഇനി സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം നമുക്ക് ബ്രിക്കിൽ കാണാൻ പറ്റുക, സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് ബ്രിട്ടിൽ നേച്ചർ
കാണിക്കും. ഓക്കെ, അപ്പോൾ ബ്രിക്കിൽ ഏറ്റവും കൂടുതലുള്ള ആള് സിലിക്കയാണ്, അവരാണ് ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത്. എക്സസ് ആയി കഴിഞ്ഞാൽ അവർ എന്ത് പ്രശ്നം ഉണ്ടാക്കുക, നമ്മുടെ ബ്രിക്കിനെ ബ്രിട്ടിലാക്കി മാറ്റുന്നു. രണ്ടാമത്തെ ആള് അലൂമിനിയാണ്. അലൂമിന 20 to 30% ഉള്ളൂ എങ്കിലും ഒരു ബ്രിക്കിലെ ചീഫ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്? അലൂമിനയാണ്. ചീഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നമ്മൾ ആരെയാണ് പറയുന്നത്? അലൂമിനയാണ് പറയുന്നത്. എന്താണ് അലൂമിനയുടെ ഫംഗ്ഷൻ? അലൂമിന നമ്മുടെ ബ്രിക്കിന് വേണ്ട പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നു. നമ്മുടെ ബ്രിക്കിന് വേണ്ട പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ് അലൂമിന എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് പ്ലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടി കുറെ അലുമിന ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അലുമിന എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്കില് ക്രാക്കിംഗ്, ഷ്രിങ്കേജ്, വാർപ്പിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ആള് അലൂമിന. മൂന്നാമത്തെ ആൾ ആരാണ്? ലൈമാണ് അല്ലെ. ലൈം എന്താണ്? ലൈം നമ്മുടെ ബ്രിക്കിൽ ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ലൈം എന്ന് പറയുന്നത്. ദെൻ പിന്നത്തെ ആളാരാണ്? അയൺ ഓക്സൈഡ്. നമ്മുടെ ബ്രിക്ക് കാണുന്ന റെഡ് കളർ, ബ്രിക്കിന് കാണുന്ന റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ് ആര്? അയൺ ഓക്സൈഡ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് അയൺ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എക്സസ് ആയിട്ട് അയൺ ഓക്സൈഡ് വന്നു കഴിഞ്ഞാൽ ബ്രിക്ക് ഒരു ഡാർക്ക് കളറിലോട്ട്, ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് കളറിലോട്ട് മാറും. ഇനി ഡെഫിഷ്യന്റ് ആയിട്ടാണ് നമ്മുടെ അയൺ ഓക്സൈഡ് എങ്കിൽ ബ്രിക്ക് ഏത് കളറിലാണ് കാണാൻ പറ്റുക? യെല്ലോ കളറിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ബ്രിക്ക് എർത്തിന് വേണ്ട റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ആള് അയൺ ഓക്സൈഡ് ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ അവര് ഒരു ഡാർക്ക് കളറിലേക്ക് മാറ്റും നമ്മുടെ ബ്രിക്കിനെ. ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ബ്രിക്കിന് ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്കും അവര് മാറ്റുന്നു. ദെൻ പിന്നെ വരുന്നത് ആരാ? മെഗ്നീഷ്യ ആണ്. മെഗ്നീഷ്യ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പരിധി വരെ എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്കിന്റെ ഡീക്കേക്കും കാരണമായിട്ട് മാറും. മാറുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രിക്കിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റുകൾ. ഒരു ചോദ്യം എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ എക്സാമുകൾക്ക് കാണാറുണ്ട് കേട്ടോ. അത് കോമ്പോസിഷനിൽ നിന്നോ പ്രോപ്പർട്ടീസിൽ നിന്നോ ഒക്കെ ആവാം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാലോ. ആരാണ് ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന ആള്? ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് അലൂമിന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസറും നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് പറയാം. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? Which of the following constituent impart uniform shape to the brick? ആരാണ് ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലെ. ആരാണ് കൊടുക്കുന്നത്? സിലിക്കയാണ് നമ്മുടെ ബ്രിക്കിന് വേണ്ട യൂണിഫോം ഷേപ്പ് ഇമ്പാർട്ട് ചെയ്യുന്ന ആള് എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ ചോദ്യം, എഗൈൻ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം, ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എത്ര പെർസെന്റേജ് സിലിക്കയാണ് ഒരു ബ്രിക്ക് എർത്തിൽ കാണാനായിട്ട് സാധിക്കുക? എത്രയാണ് സിലിക്ക നമുക്ക് കാണാൻ പറ്റുക? 50 മുതൽ 60% വരെ സിലിക്ക നമുക്കൊരു ബ്രിക്ക് എർത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോമ്പോസിഷൻ തെറ്റിപ്പോവരുത്. 20 to 30 അലൂമിനിയാണ്. ഓർക്കണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഏഴാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? In which process in the manufacture of brick the clay is brought to a proper degree of hardness? നമ്മുടെ ക്ലേക്ക് വേണ്ട പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് പ്രധാനമായും 4 സ്റ്റേജുകളാണ് വരുന്നത് അല്ലേ. ആദ്യം എന്താ നമ്മൾ ചെയ്യുക? ക്ലേനെ പ്രിപ്പയർ ചെയ്യും. ക്ലേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർഡ് ക്ലേനെ നമ്മൾ മൗൾഡ് ചെയ്യും. മൗൾഡ് ചെയ്തതിൻ്റെ മോയ്സ്ചർ പോവാൻ ഡ്രൈ ചെയ്യും. ഡ്രൈയിങ്ങിന് ശേഷം സ്ട്രെങ്ത് കിട്ടാൻ ബേണിംഗ് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട 4 സ്റ്റേജുകൾ അല്ലെ ഒരു ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ. അതിൽ തന്നെ ക്ലേ പ്രിപ്പറേഷന് നമ്മൾ കുറച്ചും കൂടെ സ്റ്റേജസ് പറയാറുണ്ട്. ആദ്യം തന്നെ ഒരു ഗ്രൗണ്ടിൽ പോയി ടോപ്പിലുള്ള സോയിലിനൊക്കെ മാറ്റും. അതിന് നമ്മൾ അൺസോയിലിംഗ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ കുറച്ച് ഡെപ്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്ലേ കളക്ട് ചെയ്യും. അതിന് നമ്മൾ ഡിഗിങ് എന്ന് പറയും. ഡിഗ് ചെയ്ത് എടുത്ത ക്ലേയിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. അതിനെ നമ്മൾ ക്ലീനിങ് എന്ന് പറയും. ക്ലീൻ ചെയ്തെടുത്ത ക്ലേനെ നമ്മൾ എന്ത് ചെയ്യും? സോഫ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആക്കി ഇടും. അതിനെ നമ്മൾ വെതറിങ് ചെയ്യും. അങ്ങനെ വെതറിങ് ചെയ്ത് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേയിൽ ആവശ്യം പോലെയുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ബ്ലെൻഡ് ചെയ്യും.
ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ടെമ്പറിങ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് വിടുകയാണ്. ഈ ഒരു ടെമ്പറിങ് എന്നുള്ള സ്റ്റേജോട് കൂടിയാണ് ക്ലേ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഈ ടെമ്പറിങ് ചെയ്ത് നല്ലതായെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലേനെ മൗൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ പോയിന്റ്സാണ് നമ്മൾ ഈ ഒരു ടെമ്പറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? സോ നമ്മൾ ടെമ്പറിങ്ങിൽ പറഞ്ഞു. ടെമ്പറിങ് എന്താണ്? നമ്മുടെ ക്ലേക്ക് വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യാണ് ടെമ്പറിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. ഈ ടെമ്പറിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം അല്ലേ. ഒരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? നീഡിങ് ചെയ്യാറുണ്ട്. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പഗ്ഗിങ് ചെയ്യാറുണ്ട്. എന്താ നീഡിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യനോ കാറ്റിൽസോ കാലുപയോഗിച്ച് ചവിട്ടി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ക്ലേനെ ചെയ്യാം. ദാറ്റ് ഈസ് മിക്സിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ. ക്ലേനെ വാട്ടർ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ നീഡിങ് എന്നാണ് പറയാ. ഇനി പഗ്ഗിങ് ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? പഗ്ഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പഗ് മില്ല് യൂസ് ചെയ്തുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യുക അല്ലെ. പഗ് മില്ലിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാണ് ചെയ്യണേ. സോ നമുക്ക് പറയാം ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടറുമായിട്ട് ഗ്രൈൻഡ് ചെയ്യലാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? നമ്മൾ പഗ്ഗിങ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ചെയ്യുന്നത്. ഇനി ഈ ടെമ്പറിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലേ പ്രോപ്പർ ആയിട്ട് ടെമ്പർ ആയോന്ന് അറിയാൻ എന്താ ചെയ്യാം? നമ്മൾ ആ ക്ലേ വെച്ചിട്ട് ഒരു ത്രെഡ് ഉണ്ടാക്കി നോക്കും. ആ ത്രെഡ് ഒരു 3 mm ഡയാമീറ്ററിലുള്ള ത്രെഡ് പൊട്ടിപ്പോകാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ടെമ്പറിങ് ചെയ്തത് ഓക്കെ ആയിട്ടുണ്ട്. ആ ക്ലേനെ എനിക്ക് എന്ത് ചെയ്യാം? മൗൾഡ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആരാണ് നമ്മുടെ ക്ലേക്ക് വേണ്ട പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്? ടെമ്പറിങ്. ഓക്കെ, അപ്പൊ ടെമ്പറിങ് എന്താണ്? ടെമ്പറിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എട്ടാമത്തെ ചോദ്യം എന്താണ് ചോദ്യം? ക്ലാമ്പിന്റെ ഹൈറ്റ് അല്ലേ. നമ്മുടെ ബ്രിക്കിനെ ബേൺ ചെയ്യാൻ വേണ്ടി ക്ലാമ്പുകൾ യൂസ് ചെയ്യാറുണ്ട്, കിൻസും യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ക്ലാമ്പുകളാണ് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ബേണിങ്ങിന് വേണ്ടി, നമ്മൾ ചൂള എന്ന് പറയും മലയാളത്തിൽ അല്ലെ. ആ ക്ലാമ്പ് ബേണിംഗ് ആണ് ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ക്ലാമ്പ്. ഒരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മഴക്കാലത്തൊക്കെ നമുക്കിത് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്ലാമ്പിനകത്ത് എന്താ ചെയ്യുക? നമ്മൾ ഒരു ലെയർ ഫ്യൂവൽ, ഒരു ലെയർ ബ്രിക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ലെയറുകളായിട്ട് പ്ലേസ് ചെയ്ത് ബോട്ടത്തിൽ നിന്ന് ഫയർ കൊടുക്കും. ആ ഫയറിൽ ഇരുന്ന് നമ്മുടെ ബ്രിക്ക് സാവധാനത്തിൽ ബേൺ ആയിട്ട് കൂളായിട്ട് വരികയാണ് ചെയ്യുക. ഏകദേശം 1 മുതൽ 2 മാസം വരെ ബേൺ ചെയ്യാനും 1 മുതൽ 2 മാസം വരെ കൂളാവാനും ഈ ഒരു ക്ലാമ്പ് ബേണിങ്ങിൽ ആവശ്യമാണ് അല്ലെ. ഇതാ ഇങ്ങനെ ഒരു ട്രപ്പീസോയിഡ് ഷേപ്പാണ്. പ്ലാൻ വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ലെയർ ആയിട്ട് ഫ്യൂവലും ബ്രിക്കും അറേഞ്ച് ചെയ്ത് ബോട്ടത്തിൽ നിന്ന് ഫയർ കൊടുക്കുന്നു. അപ്പം വളരെ സാവധാനത്തിൽ ബേൺ ആയിട്ട് കൂളായിട്ട് വരികയാണ് ചെയ്യാം. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൽ ഫ്യൂവൽ വെച്ച് ഫയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ബ്രിക്കിന്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ 100% കൊടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള ബ്രിക്കുകൾ നമുക്ക് ഒരു 60% മാത്രമേ ഇവിടുന്ന് ഔട്ട് ടേൺ ആയിട്ട് കിട്ടുള്ളൂ. ഒരു 60% മാത്രം ബ്രിക്കേ ഒരു ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ബ്രിക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാമ്പിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ 3 മുതൽ 4 മീറ്റർ വരെയാണ് പറയാം. 3 to 4 മീറ്റർ ഹൈറ്റ് ആണ് നമ്മുടെ ക്ലാമ്പിന് ഉള്ളത്. ഓക്കെ, then ninth question. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ആണ് ചോദ്യം. നമ്മൾ ഒരു ബ്രിക്കിനെ അതിന്റെ ക്വാളിറ്റിയുടെ ബേസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. അൺബേൺഡ് ബ്രിക്കുകളും ബേൺഡ് ബ്രിക്കുകളും. അൺബേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗൾഡ് ചെയ്ത ഉടനെ എടുത്ത് യൂസ് ചെയ്യുക, ഡ്രൈ ചെയ്ത ഉടനെ യൂസ് ചെയ്യാണ്. അവരെ നമ്മൾ ബേൺ ഒന്നും ചെയ്യില്ല. ടെമ്പററി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ആ ബ്രിക്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ബേൺഡ് ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ ബേണിങ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ടാണ് ഉപയോഗിക്കുക. ആ ബേൺഡ് ബ്രിക്കുകൾ നമ്മൾ 4 രീതിയിൽ പറയും അല്ലേ. നമുക്ക് 4 ടൈപ്പ് ബേൺഡ് ബ്രിക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ബ്രിക്ക് ഉണ്ട്,
സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ബ്രിക്ക് ഉണ്ട്, തേർഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ബ്രിക്ക് ഉണ്ട്, ഫോർത്ത് ക്ലാസ് ക്വാളിറ്റി ഉള്ള ബ്രിക്ക് ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ടൈപ്പ് ഓഫ് വർക്കുകൾക്ക് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ബ്രിക്കിനെയാണ്. ആ ബ്രിക്ക് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്റ്റേണലി പ്ലാസ്റ്ററിങ് വരെ കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ബ്രിക്കാണ്. ഇവരുടെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 14 Newton/mm² ആണ് പറയാം. ഇനി ഒരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണെങ്കിൽ നമുക്ക് 10 Newton/mm² പറയാവുന്നതാണ്. ഇനി ഒരു സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ് ക്വാളിറ്റി കുറവാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്. അപ്പോൾ ഒരു എക്സ്റ്റേണലി പ്ലാസ്റ്ററിങ് കൊടുക്കുന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിനെ ഉപയോഗിക്കാം. അവർക്ക് എത്രയാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് പറയാ? 7 മുതൽ 14 Newton/mm² വരെയാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് പറയാറുള്ളത്. ഇനി ടെമ്പററി ആയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെ? തേർഡ് ക്ലാസ് ബ്രിക്കുകളെ അധികം റെയിൻഫോൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ടെമ്പററി ആയിട്ടുള്ള വർക്കുകൾക്കാണ് അവരെ നമ്മൾ ഉപയോഗിക്കുക. അവർക്ക് നമ്മൾ 3.5 മുതൽ 7 Newton/mm² വരെയാണ് കംപ്രസീവ് സ്ട്രെങ്ത് പറയാറുള്ളത്. അതുകൊണ്ടാണ് BIS പറയുന്നത് ഒരു ബ്രിക്കിന് വേണ്ട മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3.5 Newton/mm² ആണെന്ന്. നമ്മളൊരു ബ്രിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മിനിമം 3.5 Newton/mm² എങ്കിലും എന്താവശ്യമാണ്? കംപ്രസീവ് സ്ട്രെങ്ത് ആവശ്യമാണ്. ദെൻ ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കുകളാണ്. ഓവർ ബേൺഡ് ബ്രിക്കാണ്. ഇവരെ നമ്മൾ ജാമ ബ്രിക്ക് എന്നുള്ള ഒരു പേരും കൂടി വിളിക്കാറുണ്ട്. ഇവരെ ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കുകൾ ആയതുകൊണ്ട് ഇവരെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ഫൗണ്ടേഷൻ ഫില്ലിങ്ങിന് അഗ്രഗേറ്റുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പൊതുവെ ആരും ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഫോർത്ത് ക്ലാസ് ബ്രിക്കിനെ റോഡ് കൺസ്ട്രക്ഷനിലൊക്കെ നമുക്ക് അഗ്രഗേറ്റുകളായിട്ടാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്കുകളെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇനി നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞൂടെ? എന്താ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? 10.2. പ്രത്യേകം ശ്രദ്ധിക്കണം, മിനിമം ആണ് ചോദിച്ചത്. മിനിമം എത്രയാണ്? 10.2 Newton/mm². 10.2 Newton/mm². ഓക്കെ. 10th ക്വസ്റ്റ്യൻ എന്താണ്? 10th ക്വസ്റ്റ്യൻ ഓക്കെ. 10ാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ. സോ ഇപ്പൊ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞു അല്ലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ, ഇതേപോലെ നമുക്ക് വാട്ടർ അബ്സോർപ്ഷനും പറയാൻ പറ്റും. നമ്മൾ എത്രയാ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ പറയാ? നോട്ട് മോർ ദാൻ 20%. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ എത്രയാ വാട്ടർ അബ്സോർപ്ഷൻ പറയാ? നോട്ട് മോർ ദാൻ 22%. ദെൻ തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാ പറയാ? നോട്ട് മോർ ദാൻ 25%. ഓക്കെ. അപ്പം ഇവിടെ എന്താ ആൻസർ വരിക? ഒരു ബ്രിക്കിന് വേണ്ട വാട്ടർ അബ്സോർപ്ഷൻ ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് നോട്ട് മോർ ദാൻ 20%. 20% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ. 11ാമത്തെ ചോദ്യം നോക്കിയാലോ? 11ാമത്തെ ചോദ്യം എന്താണ്? 11th ക്വസ്റ്റ്യൻ. യെസ്, 11ാമത്തെ ചോദ്യം, വയർ കട്ട് ബ്രിക്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വയർ കട്ട് ബ്രിക്സ് നമുക്കറിയാം, നമ്മൾ ബ്രിക്കിനെ മൗൾഡ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് മോൾഡിങ്ങും നമ്മൾ ചെയ്യാറുണ്ട്, മെഷീൻ മോൾഡിങ്ങും നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. മെഷീൻ മോൾഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ 2 തരത്തിലുള്ള മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ മെഷീൻസ് ആണ്? പ്ലാസ്റ്റിക് ക്ലേ മെഷീനും യൂസ് ചെയ്യാറുണ്ട്, ഡ്രൈ ക്ലേ മെഷീനും യൂസ് ചെയ്യാറുണ്ട്. ഈ പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബ്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കും? വയർ കട്ട് ബ്രിക്സ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എങ്ങനെ ആലോചിക്കുക? പ്ലാസ്റ്റിക് വയർ എന്ന് ഓർത്തേക്കുക. പ്ലാസ്റ്റിക് വയർ, പ്ലാസ്റ്റിക് ക്ലേ ബ്രിക്ക്, പ്ലാസ്റ്റിക് മെഷീനിൽ നിന്ന് എന്ത് കിട്ടും? വയർ കട്ട് ബ്രിക്ക്. ഡ്രൈ ക്ലേ മെഷീനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഡ്രൈ ക്ലേ മെഷീനിൽ നിന്ന് നമുക്ക് പ്രസ്ഡ് ബ്രിക്സ് ആണ് കിട്ടുക. പ്ലാസ്റ്റിക് വയർ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ പറഞ്ഞൂടെ? വയർ കട്ട് ബ്രിക്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നിന്നാണ് കിട്ടുന്നത്. 11 ചോദ്യങ്ങൾ കഴിഞ്ഞല്ലോ. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, എങ്കിലും ഇപ്പോഴും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ടൈൽസ് എവിടെയാണ് ബേൺ ചെയ്യുന്നത്? എവിടെയാണ് ടൈൽസ് ബേൺ ചെയ്യുന്നത്? എവിടെയാണ്? സിയാൽകോട്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു കുപ്പോള ഫർണസ് ഉണ്ട്. ഇത് ആരെ ബേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന? ആരുടെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന ഫർണസാ?
കാസ്റ്റ് അയൺ. ഹോഫ്മാൻ സ്കിന്നോ ബ്രിക്ക് മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് സ്കിൻ ആണല്ലേ ഹോഫ്മാൻ സ്കിൻ. അല്ലെങ്കിൽ നമ്മൾ ഇവരെ ഫ്ലെയിം കിൻ എന്ന് വിളിക്കാറുണ്ട്. ഫ്ലെയിം കിൻ എന്ന് വിളിക്കാറുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ടെറാക്കോട്ട ഏത് ഫർണസിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ചോദിച്ചാൽ എന്ത് പറയാം? മഫിൾ ഫർണസ്. ടെറാക്കോട്ട മഫിൾ ഫർണസിലാണ് ബേൺ ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 12th ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ്? സിയാൽകോട്ടിൻ. 13th question എന്താണ്? What is the name of the term of hard brownish unglazed vertified ceramic material used for architectural ornamentation? ആർക്കിടെക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സെറാമിക് മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. ആരാണ് ഇത്? ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ടെറാക്കോട്ട. ഓക്കെ, അപ്പൊ ടെറാക്കോട്ടയാണ് ഇവിടെ വരിക. ടെറാക്കോട്ടയുടെ ടൈപ്പുകളെ പറ്റി നിങ്ങൾക്ക് അറിയോ? എത്ര ടൈപ്പിൽ ടെറാക്കോട്ട ഉണ്ടെന്ന് അറിയാമോ? എത്ര ടൈപ്പിലുണ്ട്? 2 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? പോറസ് ആയിട്ടുള്ള ടെറാക്കോട്ടയുണ്ട്, പോളിഷ്ഡ് ആയിട്ടുള്ള ടെറാക്കോട്ടയുണ്ട്. ഓക്കെ, പോറസ് ടെറാക്കോട്ടയും പോളിഷ്ഡ് ടെറാക്കോട്ടയും. പോറസ് ടെറാക്കോട്ട പറഞ്ഞാൽ നമ്മുടെ ക്ലേയുടെ കൂടെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യും? കുറച്ച് സോഡസ്റ്റ് പോലെയുള്ള മെറ്റീരിയലുകളും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഒരു പോറസ് ടെറാക്കോട്ട. അപ്പൊ നമ്മുടെ ടെറാക്കോട്ട 2 രീതിയിലുണ്ട്, പോറസ് ടെറാക്കോട്ടയും പോളിഷ്ഡ് ടെറാക്കോട്ടയും. പോറസ് ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ മെറ്റീരിയൽസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സോഡസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പോറസ് ടെറാക്കോട്ട. അപ്പൊ ഇവരെ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് ഈ സോഡസ്റ്റ് പോലുള്ള മെറ്റീരിയലുകളെല്ലാം കരിഞ്ഞു പോവുകയും അതിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പോറുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ പോറസ് ടെറാക്കോട്ട എന്ന് വിളിക്കാനുള്ള കാര്യം. പോളിഷ്ഡ് ടെറാക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈൻ ആയിട്ടുള്ള ടെറാക്കോട്ടയാണ്, നല്ല ഫൈൻ ടെറാക്കോട്ട എന്നും കൂടി ഇവരെ വിളിക്കാറുണ്ട്. ഇവരുടെ മറ്റൊരു പേരാണ് ഫെയിൻസ് കേട്ടോ. ഫെയിൻസ് ഇവർ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ടെറാക്കോട്ട ആയിരിക്കും. പോറസ് ടെറാക്കോട്ടയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളവർ ആരായിരിക്കും? ഈ ഒരു പോളിഷ്ഡ് ടെറാക്കോട്ട ആയിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നെ വരുന്നത് ആരാ? പോഴ്സലൈൻ അറിയാം അല്ലെ? വൈറ്റ് തിൻ സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വൈറ്റ് വെയറുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കാറുള്ളത്? പോഴ്സലൈനുകൾ എന്ന് വിളിക്കാറുള്ളത്. പോഴ്സലൈൻസ് പൊതുവെ എത്ര രീതിയിലുണ്ട് നിങ്ങൾക്ക് അറിയാം? ഹൈ വോൾട്ടേജും ഉണ്ട്, ലോ വോൾട്ടേജും ഉണ്ട്. അതിൽ ഹൈ വോൾട്ടേജ് പോഴ്സലൈനെ നമ്മൾ എന്ത് ചെയ്യും? വെറ്റ് പ്രോസസ്സ് വഴിയും ലോ വോൾട്ടേജ് പോഴ്സലൈനെ നമ്മൾ ഡ്രൈ പ്രോസസ്സും വഴിയാണ് ഫോം ചെയ്തെടുക്കുക. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പോഴ്സലൈൻ ആണ്? സിർക്കോൺ പോഴ്സലൈൻ. അതൊരു ഹൈ വോൾട്ടേജ് പോഴ്സലൈൻ എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം സ്ഥിരം കണ്ടുവരുന്ന ചോദ്യമാണ്. കോണിക്കൽ ഷേപ്പിലുള്ള ടൈൽ ഏതാണ്? ആരാണ്? ഗുണ ടൈൽ അല്ലേ? ഗുണ ടൈല്. ഫ്ലെമിഷ് ടൈൽ ഏത് ഷേപ്പിലാ? എസ് ഷേപ്പിലുള്ള ടൈലാണ് ഗുണ ടൈൽ. ഈ 2 ചോദ്യങ്ങളും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. അവസാനത്തെ ചോദ്യം ഇതാണ്. ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ടൈലുകളിൽ ഉപയോഗിക്കാറുള്ളത്? ഇമ്പാക്റ്റ് ഉണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ, ഡയമെൻഷൻ, ബൾക്ക് ഡെൻസിറ്റി. ഈ എല്ലാ ടെസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ടൈലിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1, 2, 3 and 4 4 ടെസ്റ്റുകൾ നമുക്ക് ടൈലിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, 4ഉം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ ചെയ്യുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഡയമെൻഷൻ ടെസ്റ്റ് ചെയ്യാം, ഫ്ലെക്ചർ ചെയ്യാം, ട്രാൻസ്ഫർ സ്ട്രെങ്ത് ചെയ്യാം, എബറേഷൻ, തെർമൽ എക്സ്പാൻഷൻ, സ്റ്റെയിനിങ്, കംപ്രസീവ് സ്ട്രെങ്ത്. ഇതും നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുന്നതാണ്? നമ്മൾ എടുക്കുന്ന നമ്മുടെ ടൈലിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ സീരീസ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതിനനുസരിച്ച് പഠിച്ചു പോവുക കേട്ടോ. ഇതിനനുസരിച്ച് നിങ്ങളും ഒപ്പം പഠിച്ചു പോവുക. ഡൗട്ടുള്ള പോർഷൻസ് നോക്കി പോവാം. ദെൻ പിന്നെ പറയാനുള്ളത്, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഒരുപാട് പേര് കാത്തിരുന്ന LSGD AE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഇപ്പോൾ ഡിസംബർ 31 നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻസ് വരും. ജാനുവരി 29 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവുക.
അപ്പോൾ LSDDAക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കലിന്റെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ജാനുവരി 10 മുതലാണ് ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി സമയമില്ല. നമുക്ക് എക്സാം ഡേറ്റ് നമുക്ക് കലണ്ടർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മിക്കവാറും ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തെ ഈ എക്സാം ഉണ്ടാവും തന്നെ ഉള്ള പ്രതീക്ഷയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം ഇനിയും ഒരു അസിസ്റ്റൻസോട് കൂടി പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ കോഴ്സിന് ഫീ 12,999 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പം ആരും നിങ്ങളുടെ ടൈം കളയണ്ട, തൊട്ടടുത്ത ദിവസം തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കുക. അപ്പം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ് LSDDA. ഒരുപാട് പേർക്ക് ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പം നമുക്ക് കിട്ടാവുന്നതിൽ ഒരു നല്ലൊരു അവസരമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ നശിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. കിട്ടിയ അവസരം നല്ലോണം ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ താല്പര്യം നോക്കിയിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്